12ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായി എഴുതേണ്ട ഒരു പരീക്ഷയാണ് CUET, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും കൂടാതെ ഈ എക്സാമിനേഷനെ കൺസിഡർ ചെയ്യുന്ന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളും എല്ലാം കൂടെ എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ എന്ത് വിഷയങ്ങളും, ജോഗ്രഫി, ഏത് തരത്തിലുള്ള സ്ട്രീമിനും, ലാംഗ്വേജസ്, BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ഭാഷാ പഠനങ്ങൾ, എല്ലാത്തിനുമുള്ള ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സിംഗിൾ എക്സാം. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത എക്സാമാണ്. ഫെബ്രുവരി 2nd വീക്കിലാണ് കോൾ ഫോർ ചെയ്യുക. മെയ് മാസത്തിലാണ് പരീക്ഷ ഉണ്ടാവുക. ഇപ്പൊ ഉദാഹരണത്തിന് IAS ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഈ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ, ഉദാഹരണത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റി ആയാലും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗ്രാജുവേഷൻ ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങൾക്കൊരു IAS മോഹമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന എനർജി ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഈ പരീക്ഷ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. ഇത് അണ്ടർ ഗ്രാജുവേറ്റ്സിന് മാത്രമല്ല കേട്ടോ, ഡിഗ്രിക്കുള്ള മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷനും ഇതേ എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ CUET UG ഉണ്ട്, CUET PG ഉണ്ട്. 1 മണിക്കൂർ നീളുന്ന 3 പരീക്ഷകളാണ്. അതൊന്ന് സ്പെസിഫിക് സബ്ജക്ട്, നമ്മൾ എന്ത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അതിന്റെ പരീക്ഷ. 2 ജനറൽ ടെസ്റ്റ്. ഈ ജനറൽ ടെസ്റ്റിൽ മാത്തമാറ്റിക്കൽ റീസണിങ് പവർ, ലോജിക്കൽ റീസണിങ്, ബേസിക് മാത്തമാറ്റിക്കൽ സ്കില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജനറൽ നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അതൊരു കമ്പൽസറി എക്സാമിനേഷൻ അല്ല. പക്ഷെ പല നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജനറൽ ടെസ്റ്റിന്റെയും കൂടെ മാർക്ക് നോക്കാറുണ്ട്. പിന്നെ ഉള്ളത് ലാംഗ്വേജിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ലാംഗ്വേജ് ടെസ്റ്റാണ്, ലാംഗ്വേജിന്റെ കോഴ്സിന് വേണ്ടിയുള്ള. പിന്നെ നമ്മുടെ സ്പെസിഫിക് സബ്ജക്റ്റിന്റെ കോഴ്സ്, ഇപ്പൊ ഫിസിക്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഓരോരോ ഗ്രാജുവേഷൻ കോഴ്സിന് ആവശ്യമുള്ള 12ാം ക്ലാസ് സിലബസിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ.